ബഹുമാനപ്പെട്ട ആൻ്റണി അച്ഛനാണ് നമ്മുടെ ഈ ഇൻ്റർനാഷണൽ ഷ്രൈൻ്റെ സ്പിരിച്വൽ ഡയറക്ടർ. വളരെ അഭിഷേകം നിറഞ്ഞ ഒരു വൈദികനാണെന്ന് വ്യക്തിപരമായിട്ട് വർഷങ്ങളായിട്ട് അറിയുന്നത് എനിക്ക് പറയാൻ കഴിയും. അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളും പല ശുശ്രൂഷകളും പങ്കെടുക്കാൻ പറ്റി. പ്രത്യേകിച്ചും ഇന്ന് അച്ഛൻ്റെ ക്ഷണമനുസരിച്ചാണ് കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. അച്ഛനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അച്ഛൻ എത്ര വർഷമായി ഇവിടെ? ഞാൻ ജൂലൈ 26 ചാർജ് എടുത്തത്. ശേഷം ബഹുമാനപ്പെട്ട വൈസ് റെക്ടർ ജോസ് വെള്ളക്കാട്ടച്ഛൻ്റെയും ബഹുമാനപ്പെട്ട കൈക്കാരന്മാരുടെയും കൂടെ നിന്ന് നമ്മുടെ തീർത്ഥാടകർക്ക് വേണ്ടി സീസണിന് വേണ്ടി ദൈവരാജ്യത്തിന് മഹത്വത്തിന് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് സാധിച്ചു. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഈ നോമ്പുകാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സാറിൻ്റെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കുകൊള്ളാനായിട്ട് സാധിച്ചു. ഇന്നിപ്പോൾ ഓശാന ഞായറാഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച ഓശാന ഞായറാഴ്ച കഴിഞ്ഞ് പെസഹ തിരുനാൾ വിശുദ്ധ കുർബാനയുടെ പൗരോഹിത്യത്തിൻ്റെയും കാൽകഴുകലിൻ്റെയൊക്കെ ഓർമ്മപ്പെടുത്തലുകളുമായിട്ട് ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പുണ്യ ജന്മങ്ങളുടെ കാലുകൾ കഴുകാനായിട്ട് പൗരോഹിത്യ ദിനത്തിലെ ആദ്യമായിട്ടാണ് കാൽകൽ ശുശ്രൂഷയിൽ പങ്കുകൂടി. ഇതുവരെ വിദ്യാലയന്മാരോടൊപ്പം അസിസ്റ്റൻ്റായിട്ട് കൂടെ നിൽക്കുമ്പോൾ ഇന്ന് ഈ പ്രാവശ്യം ഈശോയുടെ റോള് എടുക്കാനായിട്ട് കാലുകഴുകാനായിട്ട് റോളിനെക്കാളുപരി കാലുകഴുകാനായിട്ട് ഈ കാലുകഴുകൽ ശുശ്രൂഷ ഞാനും വ്യക്തിപരമായിട്ട് എനിക്കിന്ന് പങ്കെടുക്കാൻ പറ്റിയ അച്ഛൻ്റെ ചെലവ് പറഞ്ഞല്ലോ. വളരെ പ്രത്യേകത ഉണ്ടായിരുന്നു. അച്ഛൻ അതൊരു കടമ അല്ല, അതിൽ കൂടുതലായിട്ട് കഴുകി സോപ്പിട്ട് കഴുകി. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഷോട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് ഇടുന്നുണ്ട് ഈ ക്ലിപ്പിനോടൊപ്പം. അതിനകത്ത് മനസ്സിലാവും എത്ര ഇൻവോൾവ് ആയിരുന്നു അച്ഛൻ. അതിന് ഒത്തിരി അനുഗ്രഹമുണ്ട്. അച്ഛൻ നമ്മൾ ഇപ്പോൾ ധാരാളം പേര് ഇത് കേൾക്കുന്നുണ്ട്. മലയിലേക്ക് വരുന്ന മക്കള് അവരോട് അച്ഛൻ എന്താ പറയാനുള്ളത്? അച്ഛനോട് ഒത്തിരി പേരെ കാണുന്നുണ്ട്, ഒത്തിരി പേര് അച്ഛനായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, കുറവുകളും നല്ലതും എല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അവരോട് എന്താ ഒരു ചെറിയൊരു മെസ്സേജ് ആയിട്ട് പറയാമെന്ന് വെച്ചാൽ? മലമുകളിലെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലയാറ്റൂർ മലമുകളിലെ സംബന്ധിച്ച് എന്താണ് മലയാറ്റൂരെന്ന് ഇവിടെ വന്ന് ദൈവാനുഭവത്തിൽ പങ്കുചേർന്നാൽ മാത്രമാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ദൈവിക അനുഭവമുണ്ട്. അത് രുചിച്ചറിഞ്ഞാലാണ്, അത് പറയാൻ സാധിക്കില്ല. സൂപ്പർ നാച്ചുറൽ. നമുക്ക് ദൈവത്തെ നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. സ്ലീഹ വന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഞാൻ എന്റെ പേഴ്സണലായിട്ട് ഞാൻ അനുസ്മരിക്കുന്നതും അല്ലെങ്കിൽ വിശ്വസിക്കുന്നതും ഇവിടുത്തെ ഡിവിനിറ്റിയാണ്. പ്രസൻസ് ഓഫ് ഓൾമൈറ്റി ഗോഡ്. ധാരാളം പേര് അവരുടെ നിയോഗങ്ങൾ അല്ലേ അച്ഛനോട് പറയാറുണ്ട്. ഞങ്ങൾക്കത് നടന്നു അങ്ങനെ ഒത്തിരി പേര് അച്ഛനോട് വഹിച്ചുകൊണ്ട് വരുന്നു. ഒരുപാട് പേരുടെ നിയോഗങ്ങൾ ഇവിടെ 16 വർഷത്തോളം, ഞാൻ ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. 16 വർഷത്തോളം കുട്ടികളില്ലാതെ മലകറി എല്ലാ വർഷവും മലകറി 16ാമത്തെ വർഷം കുഞ്ഞു ജനിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രധാന പള്ളിയിൽ രൂപങ്ങളിൽ ഒന്ന് അവര് അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്തവരാണ്. ഇവിടെ ഇരിക്കുന്ന ഞാൻ വന്നതിന് ശേഷം, ജൂലൈയിൽ വന്നതിന് ശേഷം ഒരു 7-8 സ്പോൺസറുകൾ, അതായത് രൂപങ്ങള്, LED ബോർഡുകൾ, ഇതെല്ലാം അവരുടെ നിയോഗം സാധിച്ചതിന് ശേഷം അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട്. അച്ഛന്മാരോട് നേരത്തെ സംസാരിക്കുമ്പോഴും പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്, പലരും ഇത് ഇവിടെ വന്ന് പറയുന്നില്ലെങ്കിൽ പോലും ഒത്തിരി അനുഗ്രഹങ്ങൾ മേടിച്ച് പോകുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ഈ ശ്രോതാക്കൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ബാക്കി ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം അനുസരിച്ച് വളരെ പതുക്കെ സ്ലോയിലൊക്കെ കയറി വരിക. നിങ്ങൾ ഒത്തിരി തിരക്ക് കാണിക്കരുത്, വളരെ പതുക്കെ കയറുക. ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്നവർ കുടിക്കുക. അത് വളരെ ശ്രദ്ധിക്കുക. അല്ലേ, മെഡിക്കലിൻ്റെ കാര്യങ്ങൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് എന്നാൽ നിങ്ങൾക്ക് നമ്മൾ എന്തെല്ലാം മെഡിക്കലിൻ്റെ ഫെസിലിറ്റി ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ? എന്തെങ്കിലും സംഭവിച്ചാൽ അടിവാരത്ത് നമുക്ക് എമർജൻസി ആയിട്ട് ഫുൾ സെറ്റ് ഫുൾ ടീം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഒന്നാം സ്ഥലം അല്പം സ്റ്റീപ്പാണ്. ഒന്നാം സ്ഥലം കയറി വരുമ്പോൾ തന്നെ ശ്രീ കേണൽ ഓരോ സാറിന്റെ നേതൃത്വത്തിൽ ഒരു ഡിസ്പെൻസറി അവിടെയുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ കയറി വരുമ്പോൾ 9ാം സ്ഥലത്ത് നമുക്ക് വീണ്ടും ഒരു ഡിസ്പെൻസറി ഉണ്ട്. ഇനി അതും കഴിഞ്ഞ് ഏറ്റവും മുകളിൽ വരുമ്പോൾ വീണ്ടും നമുക്ക് ഡിസ്പെൻസറി ആയിട്ട് ബഹുമാനപ്പെട്ട ഡോക്ടേഴ്സും നഴ്സുമാരും ഒരു അക്ഷീണ നമുക്ക് വേണ്ടി സർവീസ്, നമുക്ക് കൃത്യമായിട്ട് തന്നെ ആ വേർഡ് ഉപയോഗിക്കാം. സർവീസ്, സേവനമാണ്. ഇവരുൾപ്പെടെ എല്ലാവർക്കും ദൈവത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ എന്ന നിലയിലാണ് ഈ മലകയറി ഇവിടെ വന്ന് ഡോക്ടേഴ്സും നഴ്സുമാരും ഓരോ സാറിന്റെ നേതൃത്വത്തിൽ സേവനം ചെയ്യുന്നു. തീർച്ചയായിട്ടും അതിനെ അർത്ഥവത്തായിട്ട് സ്പെസിഫിക് ആയിട്ട് സേവനം എന്ന വാക്ക്. താങ്ക് യു. കൂടാതെ എനിക്ക് മനസ്സിലായത്, അച്ഛൻ എല്ലാ ദിവസവും തന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ വരാൻ പോകുന്ന ഓരോ തീർത്ഥാടകർക്കും വേണ്ടി, വന്നു പോകുന്നവർക്ക് വേണ്ടിയും അവരുടെ നിയോഗങ്ങളും അവരുടെ സുരക്ഷിതത്തിനു വേണ്ടി ഈ സ്ഥലത്ത് വിശുദ്ധമാക്കിക്കൊണ്ട് അച്ഛൻ്റെ പൗരോഹിത്യത്തിലൂടെ ലഭിച്ച ആ അഭിഷേകം നിറഞ്ഞ അച്ഛൻ ഒരു കാലയിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയി വെഞ്ചരിച്ച് ഈ സ്ഥലങ്ങളെല്ലാം വിശദീകരിക്കുന്നുണ്ട്. വളരെ വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് അച്ഛന് വേണ്ടി കൂടി പ്രാർത്ഥിക്കാം. താങ്ക് യു അച്ഛൻ. താങ്ക് യു സോ മച്ച്. നാളെ ദുഃഖവെള്ളിയാഴ്ചയായിരിക്കും കുരിശുകൾ ഒത്തിരി വരിക. എന്നാൽ ഈ വർഷവും കുരിശുകൾ വന്നു കഴിഞ്ഞു. കാസർഗോഡ് നിന്നും കുമ്പിടി,
ഒത്തിരി ദൂരത്തു നിന്നാണ് ഈ കുരിശുകൾ ചുവന്ന് മനുഷ്യർ അവരുടെ നിയോഗമായിട്ട് വരുന്ന കുരിശുകളെല്ലാം തന്നെ നമ്മൾ ഇവിടെ വയ്ക്കുക. ഓരോ വർഷവും നമ്മൾ കുരിശുകൾ ഡിസ്പോസ് ആവുന്നുണ്ട്. ഇത് പുതിയ കുരിശുകളാണ്. കഴിഞ്ഞ വർഷത്തെ ഒരു കുരിശോ അല്ലെങ്കിൽ ഒന്നും ഇവിടെ കാണത്തില്ല. വലിയ കുരിശുകൾ ഒത്തിരി നമ്മൾ തന്നെ അത്ഭുതപ്പെടുന്ന രീതിയിൽ ഇത്രയും വലിപ്പമുള്ള കുരിശുകളൊക്കെ എങ്ങനെ ഇവിടെ എത്തിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. തീർച്ചയായിട്ടും മണൽക്കാട് പല സ്ഥലത്തും നമുക്ക് കാണാം. ഒരു കുരിശിൻ്റെ നീളം ഒരുപക്ഷെ എത്ര വലിപ്പമാണ്. തൂമ്പ്രാശ്ശേരി, സെൻറ്റ് മേരീസ് ചർച്ച് തൂമ്പ്രാശ്ശേരി, നമ്മുടെ ചെറുപ്പക്കാർക്ക് യേശുവേയും കാരൊക്കെയാണ് ചെയ്യുന്നത്. എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് ദൈവത്തിന് മുമ്പിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ഇന്നത്തെ പെസഹ വ്യാഴത്തിൻ്റെ ഈ ഒരു മലയുടെ മുകളിലുള്ള നമ്മൾ ഇനി താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് പലരെയും കാണാം, അവരോട് സംസാരിക്കും. നമ്മളിപ്പോൾ 9ാം സ്റ്റേഷനിലാണ്. 9ാം സ്റ്റേഷൻ ഇറങ്ങി വരുന്നു, ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് 4 പേരെ ഒരു യൂണിഫോമിറ്റി കണ്ടപ്പോൾ എനിക്ക് താല്പര്യം തോന്നി പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം. കണ്ടോ, ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ 4 പേര്. ഞാനാദ്യം ട്വിൻസാണെന്നാണ് വിചാരിച്ചത്, പിന്നെ മനസ്സിലായി ചേട്ടത്തി നിത്യൊക്കെയാണെന്ന്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് പറഞ്ഞേ? കോഴിക്കോട്. എന്ത് ചെയ്യുന്നു നിങ്ങൾ? ഏത് ഫീൽഡിലാണ്? ടീച്ചേഴ്സാണ്. അതായത് 4 പേര്? 3 പേര്. ആരാ ഓട്ട്മാൻ ആരാ? അത് ശരി. എന്ത് ചെയ്യുന്നു? ബിസിനസ് ചെയ്യുന്നു. ഗ്രേറ്റ്. അപ്പോൾ ആദ്യമായിട്ടാണോ അതോ അല്ലേ? മലയേറ്റുമലയൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ലേ? വരുന്ന അത്യാവശ്യം വിശ്വാസത്തിലൊക്കെ ആണോ? ആണല്ലേ, തീർച്ചയായിട്ടാണ്. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഇവിടുന്ന്? ഞാൻ മുന്നേ വന്നത് എനിക്കൊരു അനിയത്തി വേണം എന്ന ആഗ്രഹത്തോടെ. അപ്പോൾ വന്നു. തൊട്ടടുത്ത വർഷം അനിയത്തിയാണോ ഇത്? പ്രേക്ഷകർ കേട്ടോ, സാക്ഷ്യം നമ്മൾ സാധാരണ ധ്യാനങ്ങളൊക്കെ പറയാറുള്ളൂ. ഇവിടെ തിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളെയും കൊണ്ട് പിന്നീട് 35 വർഷം കഴിയേണ്ടി വന്നു പിന്നെ ഒന്ന് വരാനായിട്ട്. അതെ, ദാറ്റ്സ് ഗ്രേറ്റ്. ആഗ്രഹിക്കുമ്പല്ല നമ്മളെ വിളിക്കണം. അതെ, ഞങ്ങളൊക്കെ എപ്പോഴും കയറുന്ന ആൾക്കാരാണ്. ഇതിപ്പോൾ ഈ 4-ാമത്തെയാണ് ഇന്ന് ഞാൻ കയറുന്നത്. അപ്പോൾ ഒത്തിരി വിശ്വാസത്തോടെ ഞങ്ങൾ കയറുന്നത്, അതിന് സംശയമൊന്നുമില്ല. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാരെയൊക്കെ ശ്രദ്ധിച്ചു, ഒത്തിരി വിശ്വാസത്തോടെയാണ് അവർ വരുന്നത്. കൊച്ചുങ്ങളൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് പ്രേക്ഷകരോട് വല്ലതും പറയാനുണ്ടോ? കോഴിക്കോട് നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം കോഴിക്കോട് നടന്നു വരുന്ന ആൾക്കാരെ ഞാൻ വീഡിയോ ചെയ്തായിരുന്നു. കോഴിക്കോട് നടന്നു വരുന്നവരെ കണ്ടു. അത് മനോഹരം. അവരുടെ കാലൊക്കെ പൊട്ടി. എൻ്റെ വീട് പോകുന്ന വഴിക്കാണ്. അപ്പോൾ ഞങ്ങളവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. എന്താ നിങ്ങൾ പ്രേക്ഷകരോട് പറയാനുള്ളത്? അല്ലെങ്കിൽ നിങ്ങളെ കാണുന്ന ഒത്തിരി പേര് കാണുമല്ലോ, ഇത് ലോകം മുഴുവൻ പോകും. ഇത് ജെയിനീസ് മീഡിയയിലാണ്, ക്രിസ്ത്യൻ ന്യൂസാണ്. നിർബന്ധമായും വരണം, വിശ്വാസത്തോടെ വരണം അല്ലേ? കറങ്ങാനായിട്ട് വരരുത്. ഒരു തീർത്ഥാടനമായിരിക്കണം അല്ലേ? ആ ഒരു നിയോഗവും അതിൻ്റെ പ്രാർത്ഥനയായിട്ട് വരുന്നുണ്ട്. യെസ്.